ഹലോ ഗൈസ്, വെൽക്കം ടു അൽഷിസാം. എൻ്റെ കൂടെ സിബിനോളജി. നമ്മളുടെ കൂടെ ഇന്ന് ആരൊക്കെയാ? ഓ മൈ ഗോഡ്, അത് കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ. അതെ, ഖത്തർ ടെറർ. അവരിയായിരിക്കും പവർ ഗ്രൂപ്പ് ആയിരിക്കില്ലേ? ഇന്ന് പവർ ഗ്രൂപ്പ് മാത്രമല്ല, ഇന്ന് വേറൊരാളുണ്ട്. ഇന്ന് ഖത്തറിലെ ഒരു പവർഫുൾ മനുഷ്യൻ വരുന്നുണ്ട്. ഖത്തർ ഒരു കാലത്ത് കണ്ണൂര് എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞ ഞാൻ വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കേസ്. എന്തായാലും നമ്മുടെ നൊമാഡിയും വരുന്നുണ്ട്, യാസർ വരുന്നുണ്ട്. നമ്മൾ പോകുന്ന എവിടെയാണ്? അതാണ് സ്ഥലം. വീണ്ടും കുക്കർ മന്തി. വിശ്വസിക്കാൻ നമ്മുടെ സ്വന്തം കുക്കർ മന്തി. യെസ്, കുക്കർ മന്തി. ഞാൻ അന്ന് കഴിച്ചതിന് ശേഷം ഇങ്ങനെ കൊതിയോ, നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ പറയായിരുന്നു പോണം പോണം പോണമെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പക്ഷെ നിറവേറുന്ന ഞാൻ പറഞ്ഞില്ല. കുറച്ചുപേർ അതിനെ കുറിച്ച് നെഗറ്റീവും പറയുന്നുണ്ട്. അവർക്ക് ഇഷ്ടാവുന്നില്ല, ഇതാവുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച സ്റ്റോറി ഇട്ടില്ലേ, ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് എന്നിട്ട് ഞാൻ ടാഗ് ചെയ്ത് സംഭവം ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തില്ല, ഞാൻ പോയി കഴിച്ചു. അപ്പം അന്ന് തന്നെ രണ്ടുപേരും എനിക്ക് മെസ്സേജ് അയച്ചു, അവർക്ക് ഇഷ്ടമായില്ല, പോയി കഴിച്ചു. സോ ഐ തിങ്ക് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ ഓൾസോ, ബിക്കോസ് അത് കുറച്ച് മോയിസ്റ്റ് ആണല്ലോ റൈസ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ വെയിറ്റ് ചെയ്യാം. നമ്മൾ വിശന്ന് അലഞ്ഞ് അവിടെ പോവുകയാണ്. ആൾക്കാര് പറഞ്ഞെന്ന് വെച്ചാല് 15 ദിർഹംസിന് നല്ലി പുലാവ് കിട്ടുമല്ലോ. എനിക്ക് നല്ലി ഇത് നല്ലിയുടെ രസമല്ലല്ലോ, അതിലെല്ലാം റൈസിന്റെ ഫ്ലേവറും ആ ബീഫ് ടെൻഡർ എന്നറിയോ, വെരി ടെൻഡർ. കുറച്ച് തൈര് മാത്രം അടിക്കുക. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം ഗൈസ്. നമ്മുടെ നൊമാഡിയനും യാസറും നമ്മളുടെ ഗസ്റ്റും ഒക്കെ വരുന്നുണ്ട്. സോ യാ, ഖത്തർ പീപ്പിൾ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ എത്തി ഗൈസ്. പക്ഷേ കണ്ടില്ലേ ട്രാഫിക്സ്. നമ്മൾ വിശന്ന് വലഞ്ഞിരിക്കുകയാണല്ലേ സുബിനെ. വയറൊക്കെ കരിയണം, നമ്മുടെ വയറ് കരിഞ്ഞിരിക്കും. അവിടെ നൊമാഡിയൻ ഇന്ന് നേരത്തെ എത്തി ഗൈസ്. വല്ലാത്തൊരു നമ്മുടെ ഒരു ടീച്ചിങ്. അതെ അതെ അതെ, ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലേ, എത്തിയെന്നാ പറഞ്ഞത്. മവേറദ് അൽ ജൂദ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ചീത്ത വിളി പോലെയൊക്കെ തോന്നും, പക്ഷേ അല്ല. നല്ല നല്ല ഫുഡ് കിട്ടും ഗൈസ്. നല്ല ഒന്ന് കഴിച്ച് മരിക്കണം. കുറച്ച് നാളായി ഞാൻ വന്നിട്ടേ. നമ്മുടെ നൊമാഡിയം എത്തിയില്ല, നോക്കട്ടെ. ലെറ്റ്സ് സീ. ദൈവമേ, ഇതാരത് ഗൈസ്? നൊമാഡിയനല്ലേ? ആളെ മനസ്സിലായ? ഹൈ, എന്താണ് വിശേഷം? സുഖം. നമ്മൾ പിന്നെ എത്തി. എടാ പടച്ചോനെ, ഇന്നാണോ ലോകാവസാനം? ഇതാണ് നിന്റെ പുതിയ അങ്ങാടിയല്ലേ ഗൈസ്? നമ്മുടെ ജനറൽ മോൺസ്റ്റർ കൊണ്ട് കളഞ്ഞു ഗൈസ്. ഇപ്പൊ പുതിയ ക്ലാസ്, മറ്റേ ക്ലാസ് കിട്ടിയതുമില്ലല്ലേ? അവര് മുക്കിയടാ. നീ ഖത്തറിൽ പോണല്ലേ? ഭയങ്കര ട്രാവൽ ബ്ലോഗർ ആവാനുള്ള പ്ലാനിലാണ് ഗൈസ്. കുക്കർ മന്തി അല്ലേ? കുക്കർ മന്തി അല്ലേ? അതാ കീറ്റേ. അവരാരാ? കീറ്റ്. ഇത് ചൈന ബ്രാൻഡ്. അത് ഇവരിപ്പോ ഖത്തർ കീഴടക്കി, ദുബായ് കീഴടക്കിക്കൊണ്ടിരിക്കുക. ഏത് ചൈനയെ? അടുത്തത് ബാലി. അടുത്ത ബാലിയാണ് ഗൈസ്, അടുത്ത മാസം. നൈസല്ലേ? അതാ എന്റെ അത്. പിന്നെ ഡേ ഹലോ പറ. അത് എന്നെ പോലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ടച്ചിങ് സാധനമാണ്. കാരണം നമുക്ക് മനസ്സിലാവും. അത് കുറെ ഉണ്ട് പറയാനാണ്. ഞാൻ അപ്പൊ ശരി, ഇപ്പൊ എല്ലാരും വരുമ്പോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. സള്ള റാനിയുണ്ട്, സിബിനോളജി ഉണ്ട്, സിക്രാനുണ്ട്. എസ്കേപ്പി ഇല്ല കേട്ടോ. എസ്കേപ്പിക്ക് പനിയോ ജലദോഷമോ വയറ്റിളക്കോ എന്തോ അങ്ങനാണെങ്കിൽ പനിയോ എഴുതി വെച്ചോ, അവൻ ഡേറ്റ് ചെയ്യാൻ പോയി. പാവപ്പെട്ട നീ കാണണ്ടടാ അതൊക്കെ. ദേ വയനാട് ഫുഡ് വന്നു ഗൈസ്.
എന്തുണ്ട് ഖത്തർ? ഇപ്പം ഖത്തർ. നീ അല്ലടാ പറഞ്ഞ വയനാട് ഫുഡ് ചെയ്യണം. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ. നീയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. എടാ എന്തുണ്ട് വിശേഷം? ദുബായ് വെറുത്ത നീ? ചെറുതായിട്ട് അങ്ങനെ പറഞ്ഞാൽ ആൾക്കാരെ പറയുന്നില്ല. ഖത്തറിൽ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഇല്ലാത്തൊരു സാധനം ഖത്തറിലുണ്ട്. അതെന്താ അറിയോ? സമാധാനം. ഇവിടെ വന്നിറങ്ങിയിട്ട് അത് കിട്ടിയില്ല കേട്ടോ. അത് നീ ബിസി ആയതുകൊണ്ടാ. അയ്യോ വെച്ചാല് നമ്മുടെ ദുബായ്ക്കാരുടെ സമാധാനം ഇതാണ്. യെസ്, നമ്മുടെ ഖത്തറിലൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ കുറച്ച് നാളോടെ ഉണ്ടായിരുന്നു. അല്ലല്ല, സാറ് വെറും കൈയോടാണ് വന്നത്. നിന്റെ കുനാഫ സ്പ്രേ ഒക്കെ ഇവിടെ? കുനാഫ സ്പ്രേ ഇല്ല, വേറെ കുറെ. ഇവിടെ മറ്റേ ബ്യൂട്ടി വേൾഡ് എക്സിബിഷന് വേണ്ടി ഇത് മൊത്തം പെർഫ്യൂംസാണ്. എടാ നീ നല്ല കുനാഫ സ്പ്രേ കൊണ്ടുവരാത്തത് മോശമായി പോടാ. ആ സാധനം പച്ച കളർ കുപ്പി ആ സെയിം സാധനമോ? എടാ നീ ഒരു സാധനം കാണിക്കാറില്ലേ? ആ സാധനം ദുബായ് ബ്രാൻഡാണ്. ആ അർമാഫിന്റെ ആണത്. ഓ എയർ ക്യാമറ എന്താ അവസ്ഥ? ഒരെണ്ണേ ഉള്ളു, ശോകമാണ്. ഇങ്ങോട്ട് നോക്കിയോ, ഇത് പഴയ റെഡ്മി ഫീൽ ആയല്ലോ. പഴയ റിയൽമി റെഡ്മി ഫീൽ. അങ്ങനെ പറയല്ലേ, പുതിയതല്ല പഴയത്. പുതിയതൊക്കെ നല്ലതാണ്, പഴയതിനെ. അല്ല ഞാൻ കാണിച്ചിട്ടെ, ഇവര് ഈ സാധനം ചെയ്തോടുകൂടി ഇതിപ്പോ ആൻഡ്രോയിഡ് ആയില്ലേ? ഐഫോണിന് അല്ല ഇപ്പൊ ഏറെക്കുറെ ആൻഡ്രോയിഡ് തന്നെ ആയല്ലോ. സ്റ്റക്ക് ആവും, ഹാങ് ആവും. എന്റെ ഫോൺ ഇന്നലെ സ്റ്റക്ക് ആയി. സുഖല്ലേ? ഇതാ പ്രോ മാക്സ്. നൈസ്, അതെനിക്കറിയാം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക്, മോള്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒന്ന് വരണം. ഒരു 3 ദിവസം ഖത്തറിലാ? ഇവൻ പറഞ്ഞുണ്ട് കേട്ടോ. ഒരു ദിവസം ഫ്രീ ആണ്. അന്ന് ഫ്രീ ആയിരിക്കും. കാരണം ഞാൻ 8-ാം തീയതി നീ വരുന്നത്. ഞാൻ ഒരു ദിവസമേ ഉള്ളൂ. അന്ന് ഒരു പരിപാടിയില്ലല്ലോ. രണ്ടെണ്ണം. ഞാൻ മരുതരാം. കൊള്ളാം. ഇതെന്താടാ ഇത്? കുക്കർ മന്തി പറയുന്നല്ലേ? ഇത് പറക്കുന്നില്ല. എടാ നിന്റെ വീഡിയോയിൽ മാത്രം പറക്കുന്നുണ്ടോ? മറ്റേ ഡാൻസ് കളിച്ചത് മോനെ. പുതിയ സ്റ്റൗവും മേടിച്ച് പുതിയ കുക്കറും മേടിച്ച് 5 മിനിറ്റ് കൊടുക്കണേ. നമുക്ക് വേവാന്റെ കറക്റ്റ് എക്സ്പ്രഷൻ ഒപ്പിയെടുക്കണം. എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. അല്ലല്ല, ഇത് ചിക്കൻ. ചിക്കനാ? ചിക്കൻ ഓർഡർ ചെയ്ത? ഞാൻ ആ സൈഡിൽ ഓർഡർ ചെയ്ത. നീയാണോ ചിക്കൻ ഓർഡർ ചെയ്തത്? ഇത് റാണിക്കുള്ള ചിക്കൻ. ഇതെന്താ? നിങ്ങൾ ചിക്കൻ കഴിക്കില്ലല്ലോ, അതവിടെ വെച്ചേ. ഇത് കൊള്ളാലോ. ജിമ്മിനായത് കാരണം വന്നത് മാത്രമേ അത് കണ്ടോളൂ. അതും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മമ്മിയിലടാ യമ്മി. ഗൈസ് സാധനം വന്നിരിക്കുകയാണ്. തട്ടിത്തോളി കയറ്റാൻ പോവുകയാണ്. ഗൈസ് പുതിയ സാധനം ലിവർ. കൊള്ളാലോ. ഖത്തറിൽ ഡോളർ ഇസ്താംബൂൾ കത്തിക്കേറിയത് നിങ്ങളുടെ ആ വീഡിയോന് ശേഷമാണ്. അതുപോലെ സാഹത്തേൻ അന്ന് നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് കയറിയാടി കയറ്റം, പിന്നെ ഒന്ന് ഇറങ്ങി, പിന്നെ പോയില്ല ആൾക്കാർ. അന്ന് ഫിഷ് സമൂസ ചെയ്ത്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്? ഗൂഗിളോ ഫോണ്? ഐഫോൺ ഉള്ളത് 17, വെറും 17. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, എനിക്കത് കണ്ടു മനസ്സിലല്ലേ. ഫോണിൻ്റെ ആവശ്യമില്ല.
ആ ശരി പ്രോനകത്ത് 8X വരുന്നത് 4X 4X അതുള്ളവർക്ക് മാത്രം അത് മതി. 8X 4X 8X ഡിജിറ്റൽ, 4X ഒപ്റ്റിക്കൽ. 4X ഉള്ളൂ. എന്നോട് ആരൊക്കെയോ പറഞ്ഞു നീ എന്തായാലും എടുക്കണം. ഞാൻ എന്തിനാടാ അപ്പുറത്തെ ഇരിക്കുന്ന അറബിന്റെ ടേബിളിലല്ലോ, ഞാൻ എന്റെ ടേബിളിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്. ഇത് കാര്യം ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ല അവളെടുക്കുന്നില്ലല്ലോ. 8X ഒപ്റ്റിക്കൽ അല്ല, ഡിജിറ്റലാ. Okay, so thank you Zubinology trying the Nalli biryani. Nalli pulav? Nalli mandi. Okay, trying the Nalli mandi from Dubai. I couldn't find this in Qatar. I'm trying it from Dubai. Bismillah. പുള്ളി സുബിനോളജിയെ പോലെ ഫുഡ് കഴിക്കുന്ന അതെങ്ങനെയാണേ? ഓ ഇത് മൊത്തം മസാലയാണല്ലോ. Very flavorful. It's complete flavors. Okay, I can't really get the nalli flavor, but the rice is packed. If you can see how wet it is, you'll understand how much spices, how much masala is over it. Thank you. എന്തോ സാധനം? എന്ത് സാധനം? എന്താ സാധനം? ആർക്ക് കൊടുക്കേ? ഏ സാധനം നീ പറഞ്ഞു? ഏ സാധനം? ആർക്ക് എന്ത് സാധനോടാ? താടി പിടി. എന്താണ് എന്താണ്? അയ്യ നീ എന്നാ കൊച്ചി തിന്നാനുണ്ടോ കൊച്ചിയിൽ? അല്ല എന്നാ പിന്നെ കല്യാണം അങ്ങോട്ട് തിരിക്കാൻ പറ്റൂല. മലയാളിയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇത് എസ്കേപ്പിന്റെ ബിസിനസ്സാ. ബിസിനസ് ഫ്രീ ആയിട്ട് ടീഷർട്ട് വേണം നമുക്ക്. ഇല്ലടാ ചായ ഉണ്ടോ ഇവിടെ? ആ മറ്റേ കട്ടൻ ചായ. ഞാൻ മറ്റേ ആ അത് കൊള്ളാം. മക്കറോണി ഇട്ടു. ഓക്കെ സെറ്റ്. മഷാദ് ചായ എടാ മഷാദടാ. മഷാദ് ഓർമ്മയില്ല എനിക്ക്. മറന്നാ? ആ ഓക്കെ നമ്മൾ പോയിട്ടുണ്ടടേ. നിങ്ങൾ ഉദ്ഘാടനം ചെയ്തതാ? ഓക്കെ ലെറ്റ്സ് ഗോ. വണ്ടിയിൽ ചോദിക്കാം അതിന്റെ. ഞാനോട് ചോദിക്കും. നമ്മൾ ചായ കുടിക്കുകയാണ്. അല്ലേ ചായ കുടിക്കട്ടെ എല്ലാവരും. ഇത് തീർന്നോ? അത് നിങ്ങൾക്ക് ഇഷ്ടം. നീ അറിഞ്ഞ കണ്ണാടി കൊണ്ട് കളഞ്ഞായിരിക്കും. വേറെ വാങ്ങി നമ്മള് മേടിച്ചെടുത്തൊന്നും ഒരു വിലയില്ല. ഇടയ്ക്കിടയ്ക്ക് പേഴ്സ് വെക്കുകയും ചെയ്യാൻ ഞാൻ ഇത് പറയും. അങ്ങനെ തീരുമാനിച്ച് ഗ്ലോബൽ വില്ലേജ്. വെരി ഗുഡ്. അതാണ് ഇവൻ ഖത്തറിൽ വരുന്നുണ്ട് ഗൈസ്. യെസ് കണ്ടതിൽ വളരെ സന്തോഷം ബ്രോ. നീ അബദ്ധത്തെ വിളിക്കില്ല നീ ഇനിയും. ഓക്കെ സെറ്റ്. ഇല്ല പറഞ്ഞിട്ടില്ല. അങ്ങനെ സാധനം കമാൻ ഡേ. ഗ്ലോബൽ വില്ലേജ് എൻജോയ് ചെയ്യുക. ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അടുത്ത നെക്സ്റ്റ് ടൈം ഖത്തർ. ഗൈസ് യാസർ കാ വണ്ടി ഹേ വഹാ ഹേ. ഓഹോ വാട്ട വണ്ടി. ഇത് പണി ചെയ്തതിന് ശേഷം കണ്ടില്ല കേട്ടോ ഞാൻ. ഓ നൈസ് മാൻ. ആഹാ നിസ്മോ Z2R അങ്ങനെയൊക്കെ പുതിയ സാധനമൊക്കെ വെച്ചാ. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം. ആ ഞാൻ കുറെ നാളായി. നിങ്ങൾ കുറെ നാളല്ലേ എന്റെ ഫസ്റ്റ് ടൈം ഈ വണ്ടി കാണുന്നത്? നീ ഞാൻ കണ്ടിട്ടില്ലേ? എടാ എന്നാലും നീ കണ്ടിട്ടില്ലല്ലേ? അയ്യേ അളിയ ആകമൊക്കെ സെറ്റാക്കി കേട്ടാ. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വന്നു ഗൈസ്. ഇനി അവൻ ഇതിന് ലെതർ സീറ്റൊക്കെ അടിക്കുന്നുണ്ടോ? ലെതർ സീറ്റ് അടിക്കുമോ നീ? വേറൊരു സാധനം എന്താ സിക്കാറോ? റിക്കാറോ ഈ ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസിലെ അതല്ലേ? ആ അത് തന്നെ. ഓ എന്നാ വണ്ടിയാടാ മാഷാ അല്ലാഹ്. ഓ അലോയ് വീൽസ്
പിന്നെ പല ഷെയ്ഡിൽ പല കളറാവുന്ന GTR-ന്റെ ലോഗോ നിസ്മോ. ഫസ്റ്റ് മോട്ടോർഷിപ്പ് അല്ലേ? എനിക്ക് കണ്ടപ്പം ഫസ്റ്റ് മോട്ടോർഷിപ്പ് കണ്ടു. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴേ ഇത് അടുത്ത ക്ലാസിക് ഫസ്റ്റ് മോട്ടോർഷിപ്പ് ഫസ്റ്റ് മോട്ടോർഷിപ്പ് അല്ലേ? വാട്സേ ഫസ്റ്റ് മോട്ടോർഷിപ്പ് ഒറ്റ മൈൻഡ്. ഇതിന്റെ എന്തൊക്കെ മുട്ട സാധനം. ഇവ ഒരു വെള്ള കാറ് കാണിച്ചത്. അത് പോൾ വാക്കർ ഇരുന്ന വണ്ടി ഉണ്ടോ അവിടെ? അമ്മാരെ അവസാനം എടുത്തിട്ട് ചന്തി വെട്ടി അവിടെ വെക്കാൻ പറയും. വെറുതെ ഇരി. നമുക്ക് ഫസ്റ്റ് മോട്ടോഴ്സിൽ പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ ടു ഫസ്റ്റ് മോട്ടോഴ്സ്. ഗൈസ് വണ്ടി ഓണായി. അത് പൊളിച്ച് അങ്ങോട്ട് പോവാം. രക്ഷയില്ല. എങ്ങനെയുണ്ട് സൗണ്ട്? എനിക്ക് വണ്ടിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ ഇത് കണ്ടിങ്ങനെ തെരുത്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോട്ടോഴ്സിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് മോട്ടോഴ്സിലോട്ട് ടാറ്റ.